ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ആർജവത്തോടെ പോരാടിയ ആർക്കും മുൻപിടക്കാതെ തന്റെ ചെറുപടി നൽകി അവകാശങ്ങൾ നേടിയെടുത്ത പാരമ്പര്യമുള്ള അനുഗ്രഹിക്കുക അനുബോധനത്തിന്റെ ബോധങ്ങൾ സകലം സമർപ്പിക്കുക കഴിഞ്ഞ പിച്ചുകൊണ്ട് അടിമത്തിയുടെ ആരാട്ടമുണ്ടന്മാർ എന്ന ലേഖമായി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുബോധനത്തിന്റെ ബോധങ്ങൾ സകലം സമർപ്പിക്കുക. പ്രിയങ്കരനായ അധ്യക്ഷ സുഹൃത്ത് നിയോജകമണ്ഡലം UDF ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അതുൽ സായി, നിയോജകമണ്ഡലം UDFന്റെ ജനറൽ കൺവീനർ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഗഫൂർ റഹ്മാൻ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട VP സഫറുള്ള സാഹിബ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എൻ്റെ സുഹൃത്ത് അജീഷ് അദാലത്ത്, നമുക്കൊക്കെ പ്രിയങ്കരനും നമ്മുടെയൊക്കെ നാട്ടുകാരനും പഞ്ചായത്തിൽപ്പെട്ട എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ അരീക്കോട് ഇങ്ങനെ ഒരു സ്വീകരണം നൽകുമ്പോൾ എൻ്റെ ചിന്ത ആ വഴിയിൽ നിന്ന് കടന്നുപോയത് 983 അരീക്കോട് പാലത്തിൻ്റെ ഉദ്ഘാടനം എൻ്റെ വന്ദനായ പിതാവ് CDIയുടെ അധ്യക്ഷതയിൽ അന്നത്തെ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അന്ന് മഞ്ചേരിയുടെ നിങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധിയായ പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് അന്ന് ഉദ്ഘാടനത്തിന് കൂടിയ ജനസാഗരത്താണ് ഞാൻ അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് അന്നത്തെ ആ പരിപാടി ഞാൻ ഓർത്തുപോയി. അതുപോലെയുള്ള റെക്കോർഡ് ജനമായിരുന്നു അന്ന് ഉണ്ടായത്. കഴിഞ്ഞ 15 കൊല്ലമായി ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയാണ്. പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ചവരാണ് നിങ്ങൾ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് നിങ്ങൾ. 2012 കുഞ്ഞിയൊരു ഇരട്ടക്കൊലപാതകം ഉണ്ടായപ്പോൾ ഞാൻ അറിയാത്ത ഒരു കാര്യത്തിന് അന്ന് എന്നെ ക്രൂശിക്കാൻ വന്നപ്പോൾ അന്നും എന്നെ ചേർത്ത് പിടിച്ചവരാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ. അതുപോലെ തന്നെ 2016 എറണാകുളം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള
വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയുന്നത്. അരീക്കോടിനെ സംബന്ധിച്ച് എനിക്ക് നന്നായി അറിയാം. എറണാകുളത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ്. ഒരു സമാന്തര പാലം അരീക്കോടിന് വേണം. അതായത് ഇപ്പോഴത്തെ പാലം ഇതിന് ആളുകൾക്ക് നടക്കാൻ കഴിയില്ല. ഏതായാലും അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആ പാലം നമുക്ക് ഘട്ടമായി എന്തായാലും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഈ മമതാ ജംഗ്ഷൻ, അതാണ് ഒരു ട്രാഫിക്കിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അതിനും ഒരു പരിഹാരമുണ്ടാവും. പിന്നെ നിങ്ങളും ഞാനും നാട്ടുകാരും ഒക്കെ ആഗ്രഹിക്കുന്ന അരീക്കോട് താലൂക്ക് ആശുപത്രി ഈ ഐക്യ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഈ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അരീക്കോട്ടുള്ള ഒരു സ്റ്റേഡിയം അതും യാഥാർത്ഥ്യമാക്കും. യാതൊരു സംശയം വേണ്ട. നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പുറത്ത് നമ്മുടെ മഞ്ചേരി, ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇന്ന് പോരുമ്പോഴും ഒക്കെ മഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ പ്രിയപ്പെട്ട റഹ്മത്തുള്ളി നമുക്ക് കൂടി ചർച്ച ചെയ്ത് അതിനൊരു ശാശ്വത പരിഹാരം മഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇടവണ്ണയിൽ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ MLA ആണ്, ഞാൻ നിങ്ങളുടെ PK ബഷീറാണ്, ഞാൻ നിങ്ങളുടെ PKB ആണ്. നിങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാൻ പറ്റും. നിങ്ങളെ ഞാൻ അതിന് അടിയിൽ ആൾ വേണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ എന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ആ നിലക്കൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മുൻഗണന നൽകും. മാളക്കാരെ K കരുണാകരൻ സാറെ എങ്ങനെ കണ്ടിരുന്നു? ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിക്കാരെ എങ്ങനെ കണ്ടിരുന്നു? എന്റെ വന്ദനായ പിതാവ് സീനിയാജി കൊണ്ടോട്ടിക്കാരെ എങ്ങനെ കണ്ടിരുന്നു? അതുപോലെ ഞാൻ നിങ്ങളെ കാണും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ആർക്കും സമീപിച്ചാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കറിയാം നിങ്ങളെ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഈ മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തെ ലെവലിന്റെ പാർട്ടി നിയമസഭയിലേക്ക് പരിഗണിക്കുമ്പോൾ മണ്ഡലം മാറണോ എന്ന് ചോദിച്ചിരുന്നു. ഞാനൊരു 6 മാസം മുമ്പ് ഞാനൊരു പഠനം നടത്തിയപ്പോൾ നിങ്ങൾ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പാർട്ടിയോടും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ കരുതും. പിന്നെ നിങ്ങളുടെ കരുതൽ എനിക്ക് ഉണ്ടാവുന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഇവിടെ അജീഷ് പറഞ്ഞതുപോലെ 41,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എന്നെ നിങ്ങൾ വിജയിപ്പിച്ചു. ആ +1 സീറ്റിന്റെ അപാകത അതൊക്കെ പരിഹരിക്കും. സുലം ഇസ്ലാം ഇവിടെ നമ്മുടെ സെക്കൻഡറി സ്കൂളിൽ ബാച്ചിന്റെ സർക്കാരിന്റെ ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയിൽ പുതിയ ബാച്ചുകൾ നൽകുമെന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ ഈ മണ്ഡലത്തിലെ +1 സീറ്റിന്റെ അഭിജാത്യത പരിഹരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് സമൂലമായ മാറ്റം വരാം. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡന്റ് MP ഇബ്രാഹിം സാഹിബ് പറഞ്ഞിരുന്നു, നിങ്ങൾ മന്ത്രിയാവും, അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കണം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ